ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ദാസൻ ചട്ടമ്പിയെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു. ചട്ടമ്പികളാരെയും സഹായിക്കാറില്ല. കുത്തും കുടലെടുക്കും, അത്രേ ഉള്ളൂ. അത്ര എനിക്കും വേണ്ടു. കുത്തണം, പക്ഷെ കുടലെടുക്കണ്ട. ആ നാറി ഒരു പാഠം പഠിപ്പിച്ചാ മതി. മനസ്സിലായില്ല. ഹലോ, വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സൈക്കോടെക്സ്. കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിരുന്നത് ഷവായി ചിക്കന്റെ റിവ്യൂ ആയിരുന്നു. ഇന്ന് അതുകൊണ്ട് 3 കോഴികളെ ചുട്ടെടുക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അതിനായിട്ട് എന്നെ സഹായിക്കാൻ പോകുന്നത് എന്റെ 2 ബ്രദേഴ്സ് ആണ്. അപ്പം അവരെ നമുക്ക് വിളിക്കാം. ഇനി മുതൽ നമ്മുടെ ചാനലിലെ പുതിയ മെമ്പേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു സൈക്കോസ് ആണ് ഇവര്. അപ്പൊ ഇവിടെ ഇറങ്ങി ഔട്ട്ഡോർ കിച്ചണിലോട്ട് പോവാം. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് 3 ചിക്കനാണ്. ഏകദേശം ഒരു ചിക്കന് 2 കിലോയോളം തൂക്കം വരുന്നുണ്ട്. അതിനുശേഷം നല്ല വൃത്തിയിൽ തന്നെ നമ്മുടെ ചിക്കനെ കഴുകിയെടുക്കുക. മസാല പിടിക്കുന്നതിനായി ചിക്കൻ്റെ മേൽഭാഗത്ത് നല്ലവണ്ണം വരിഞ്ഞു കൊടുക്കുക. പൊട്ടിപ്പോരാത്ത രീതിയിൽ വരിഞ്ഞു കൊടുക്കണം. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്പൈസസ് അല്ലെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള മസാലക്കൂട്ട്. ഒരു കോഴിക്ക് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമുക്ക്. 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം. അടുത്തതായി മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. അടുത്തതായി മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 3 ടേബിൾ സ്പൂൺ. അടുത്തതായി 6 ടേബിൾ സ്പൂൺ തക്കാളി പേസ്റ്റ് എടുക്കുക. അടുത്തതായി 4 ടേബിൾ സ്പൂൺ തൈര് എടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല. ഉപ്പ് ആവശ്യത്തിന്. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. രണ്ട് നാരങ്ങയുടെ നീര്. ഇനി നമ്മളെ മസാലക്കൂട്ട് ഒക്കെ ഒന്ന് കൂടി മിക്സ് ചെയ്യുക. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക.
നല്ലതുപോലെ തന്നെ നമ്മുടെ കോയിലോട്ട് നമ്മളെ മസാല തേച്ച് പിടിപ്പിക്കുക. ചുരുങ്ങിയത് 1.5 മണിക്കൂറെങ്കിലും ചിക്കനെ റോസ്റ്റ് ചെയ്യാൻ വെക്കുക. മസാല നന്നായി പിടിക്കുന്നതിനായിട്ടാണ് ഈ ടൈം എടുക്കുന്നത്. നമ്മുടെ ചിക്കൻ കുറച്ചുകൂടെ മനോഹരമാക്കാൻ നമ്മുടെ ലിവറിൽ വലിയ ഉള്ളിയും അതുപോലെ തന്നെ നാരങ്ങയും വെക്കുക. സ്റ്റാൻഡിൽ നിന്ന് തെന്നി പോകാതിരിക്കാൻ നല്ലതുപോലെ തന്നെ ചെമ്പ് കമ്പി കൊണ്ട് കോഴിയെ ഒന്ന് ചുറ്റി കൊടുക്കേണ്ടതാണ്. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ലതുപോലെ തന്നെ കത്തുന്ന വിറകും അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാവുന്ന കണലുമാണ്. പിന്നീട് ഹൈ ഫ്ലെയിമിലിട്ട് പിരിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ്റെ മുകളിലൂടെ നാരങ്ങനീര് പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. അച്ഛനെ പണിവാളി ഉള്ളി പോയി. Run. No. ഏടാ ദശമുല കണ്ടു കാണുമെന്തോ ശിവനെ. നീ അറിഞ്ഞോ നീ പറയണതിനെ കുറിച്ച് ഒന്നും ചെയ്യണ്ട. അപ്പൊ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും തുടർന്നുള്ള വീഡിയോസിനായിട്ട് നോട്ടിഫിക്കേഷൻ കാരണം അനേബിൾ ചെയ്യുക. അപ്പോൾ സൈനിങ് ഓഫ് സൈക്കോട്ടെക്.